കഴിഞ്ഞ വീഡിയോ ഞാൻ പരാമർശിച്ചതുപോലെ ഇന്ന് നമ്മൾ പോണോഗ്രാഫിയെക്കുറിച്ച് അല്ലെങ്കിൽ നീലചിത്രങ്ങളെക്കുറിച്ച് അശ്ലീല ചിത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. കാരണം ഇന്ന് ഈ കാലഘട്ടത്ത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. 100% ആളുകളും ഇതിന് അഡിക്റ്റുമാണ്. പല ഡോക്ടർമാരും കപ്പിൾസിന് ഭാര്യാഭർത്താക്കന്മാർക്ക് നീലചിത്രം കാണുവാനായിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു കാലത്ത് ഇത്തരം വീഡിയോസിലേക്ക് അഭിനയിച്ചിരുന്ന സ്ത്രീകളെ സമൂഹം വളരെ മോശക്കാരായിട്ടാണ് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് അവരൊക്കെ വളരെ സ്റ്റാറുകളാണ്, ഫിലിം സ്റ്റാറുകളാണ്. അവരൊക്കെ വളരെ ആരാധക വൃന്ദങ്ങളുള്ള വ്യക്തികളായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്, ഇതൊക്കെ തെറ്റാണോ എന്ന് തുടങ്ങിയ പല ചോദ്യങ്ങളും കേൾക്കേണ്ടതായിട്ട് വരും. എൻ്റെ വീഡിയോയുടെ താഴെയും ഇത്തരത്തിൽ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ വേദനിപ്പിക്കുന്ന സംഗതി മറ്റൊന്നാണ്. ദൈവമക്കൾ പോലും, വിശ്വാസികൾ പോലും പലപ്പോഴും നീലചിത്രങ്ങൾക്ക്, ഫോണോഗ്രാഫിക്ക് അടിമകളാണ്. 100% ആളുകളും ഇത് കാണാറുമുണ്ട്. പലരും ഇതൊരു തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാണുകയാണ്. എന്നാൽ മറ്റുള്ളവർ ഇതൊരു പാവമേ അല്ല എന്ന ചിന്തയിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അശ്ലീലങ്ങൾ കാണുന്നത്. അശ്ലീല ചിത്രങ്ങൾ കാണുന്ന വ്യക്തികൾ അത് കാണുവാനും പറയുന്ന റീസണുകൾ വ്യത്യസ്തമാണ്. അതിലൊന്ന് എന്ന് പറയുന്നത് ലൈംഗിക അറിവുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ചിത്രങ്ങൾ കാണുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്നാൽ ഒരിക്കലും അത് യോജിക്കാൻ കഴിയുന്ന ഒരു വാദമല്ല. ഇത്തരത്തിൽ ലഭിക്കുന്ന അറിവുകൾ പലപ്പോഴും തെറ്റാകുന്ന അറിവുകളാണ് ലഭ്യമാകുന്നത്. ശരിയാകുന്ന അറിവ് നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ ശരിയാകുന്ന ദിശയിൽ നിന്നും നിങ്ങൾ അറിവുകൾ സമ്പാദിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള അശ്ലീല വീഡിയോ കാണുന്നത് വഴി നിങ്ങളിൽ തെറ്റാകുന്ന അറിവുകളാണ് നിങ്ങളിലേക്ക് ലഭ്യമാകുന്നത്. മറ്റുള്ളവർ പറയുന്ന ഒരു കാരണം ഇത് സ്ട്രെസ് റിലീഫ് എന്നാണ്. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നും ഒളിച്ചോടുക. വാസ്തവത്തിൽ ഇത് സ്ട്രെസ് റിലീഫ് ഒന്നുമല്ല, പകരമായിട്ട് കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുവാനായിട്ട് കാരണമാകുന്ന ഒന്നാണിത്. ശാസ്ത്രീയമായി തന്നെ പല നെഗറ്റീവ് എഫക്റ്റുകളും ഇത്തരത്തിൽ അശ്ലീല ചിത്രങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്നതായിട്ട് പറയപ്പെടാറുണ്ട്. എന്നാൽ അതിൽ തന്നെ 100% ആളുകൾ, പ്രത്യേകിച്ച് ഡോക്ടർമാരൊക്കെ പറയാറുള്ളത് നീ ചിത്രം കാണുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അഡിക്റ്റ് ആകരുത് എന്നാണ്. എന്നാൽ വാസ്തവത്തിൽ ഈ കേൾക്കുന്ന ആളുകളൊക്കെ നീലചിത്രം കാണുകയാണ്, ഒരു ലിമിറ്റ് വരെ കാണുകയാണ്, അഡിക്റ്റ് ആകാത്ത നിലവാരത്തിൽ കാണുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ നീലചിത്രം കാണുന്നത് അല്ലെങ്കിൽ അശ്ലീല ചിത്രങ്ങൾ കാണുന്നത്, പോണോഗ്രഫി കാണുന്നത് തെറ്റാണോ? എന്താണ് ഇതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ശ്രദ്ധിക്കാം. എന്നാൽ അതിന് മുമ്പ് തന്നെ സാധാരണ ഇത്തരം വീഡിയോസ് കാണുന്ന ആളുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചേ. പലപ്പോഴും ഇത്തരം വീഡിയോസ് കാണുന്ന ആളുകളുടെ മനസ്സിൽ മുഴുവനും ലൈംഗിക ചിന്തകൾ മാത്രമായിരിക്കും. അവർ എല്ലായ്പ്പോഴും ഇത്തരം വീഡിയോസ് കാണുന്നത് കൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ വരുന്നതാകുന്ന സ്ത്രീ അല്ലെങ്കിൽ പുരുഷന്റെ അവരുടെ ശരീരത്തെ കമ്പയർ ചെയ്യുക, ഈ കണ്ടതാകുന്ന കാര്യങ്ങൾ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ പല തെറ്റാകുന്ന ബന്ധങ്ങളിലേക്കും അതിവേഗതയിൽ വീഴുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീഡിയോസിൽ കാണുന്നവരുടെ ശരീരവും സ്വന്തം ശരീരവുമായി കമ്പയർ ചെയ്യുകയും അത് വളരെയധികം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് അവർ നയിക്കുകയും ചെയ്യും. ഇതുമൂലം അഡിക്ഷൻ ആകുന്ന വ്യക്തികൾക്ക് മറ്റെല്ലാ അഡിക്ഷൻ പോലെ തന്നെ ഇതില്ലാതെ പിന്നീട് ജീവിക്കുവാൻ കഴിയാത്ത, ദിവസങ്ങൾ തള്ളി നീക്കുവാൻ കഴിയാത്ത വളരെ അടിമത്തിലേക്ക് കടക്കുകയും ചെയ്യും. നേരത്തെ പരാമർശിച്ചതുപോലെ ഇത്തരം ആളുകളുടെ ഒരു വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെ ഇത്തരം ബന്ധങ്ങൾ കണ്ടെത്താം, എങ്ങനെ ഇത്തരത്തിലുള്ള പാപം ചെയ്യാം എന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഇത്തരം ആളുകളായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വിവാഹ ജീവിതത്തിൽ കപ്പിൾസും ഒരുമിച്ചിരുന്ന നീലചിത്രം കാണുന്ന പല അനുഭവങ്ങളും നമ്മൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ അതിലും നെഗറ്റീവ് എഫക്റ്റാണ് സംഭവിക്കാറുള്ളത്. പ്രധാനമായും പലതരത്തിലുള്ള ചില തെറ്റിദ്ധാരണകൾ, തെറ്റാകുന്ന അറിവുകൾ ഇവർക്ക് ലഭ്യമാകാറുണ്ട്. അത് അവിടെ കുടുംബജീവിതത്തെ സാരമായി ബാധിക്കാനിടയായിത്തീരും. ഒരു ഗുരുതരമാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. ചിത്രങ്ങളിൽ കാണുന്ന വ്യക്തിയല്ല തൻ്റെ ബെഡ്റൂമിലുള്ളത്. ആ കാണുന്ന വ്യക്തിയെ കണ്ട് ആ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവരിൽ ആകർഷിക്കപ്പെടുകയും എന്നാൽ യഥാർത്ഥത്തിലുള്ള തന്നെ പാർട്ണർ അത്തരം ഒരു വ്യക്തിയുമായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവർ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പൂർണ്ണമാകുന്ന ഒരു സന്തോഷം, സംതൃപ്തി തങ്ങളുടെ കുടുംബത്തിൽ ലഭ്യമാകുകയില്ല. ഇത്തരം അഡിക്റ്റാകുന്ന ആളുകൾക്ക് നീലചിത്രം കാണാതെ ഒരിക്കലും തന്റെ ഭാര്യയുമായോ ഭർത്താവുമായിട്ടോ ബന്ധപ്പെടാനോ കഴിയാത്ത അവസ്ഥകളിലേക്ക് വരെ ഇതിന്റെ അഡിക്ഷൻ കൊണ്ടെത്തിക്കും. വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണങ്ങൾ അവർ മുതിരുകയും അത് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്കുണ്ടാക്കുകയും മാനസികമാകുന്ന പ്രശ്നം പാർട്ണർക്കുണ്ടാവുകയും അത് കുടുംബജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. ഇത്തരം വീഡിയോസ് കാണുന്ന 100% ആളുകളും സ്വയംഭോഗം ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾ ആ തരത്തിൽ വീഡിയോസ് കണ്ട് നിങ്ങൾ മാസ്റ്റുർബേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ണറുമായി നിങ്ങൾ സെക്സ് ചെയ്യുമ്പോഴും നിങ്ങളുടെ പാർട്ണറെ അല്ല വാസ്തവത്തിൽ നിങ്ങൾ കാണുന്നത്, നിങ്ങൾ വീഡിയോയിൽ കണ്ട വ്യക്തിയെ തന്നെയാണ്. പാർട്ണർ അല്ലാത്ത മറ്റൊരു വ്യക്തിയുമായി സെക്സിൽ ഏർപ്പെടുന്നത് പാപമാണ് എന്നതുപോലെ തന്നെയാണ് സ്വന്തം പാർട്ണറുമായി ബന്ധപ്പെടുമ്പോൾ മറ്റൊരു പുരുഷനെ, മറ്റൊരു സ്ത്രീയെ ചിന്തിക്കുന്നത്. ഇത്തരത്തിൽ നീചിത്രം കാണുന്ന വ്യക്തികളുടെ മനസ്സിലേക്ക് ഒരിക്കലും പാർട്ണർ ആയിരിക്കത്തില്ല, കണ്ട വ്യക്തികളായിരിക്കും വരുന്നത്. മറ്റൊരു ഗുരുതരമാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അത് റേപ്പുകളാണ്. ബലാത്സംഗങ്ങൾ, പീഡനങ്ങളൊക്കെ വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. കാരണം ഇവർ കണ്ടതാകുന്ന കാര്യങ്ങൾ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, അവർക്ക് ചെയ്തു നോക്കുവാൻ ആവശ്യമുണ്ട്.
എന്നാൽ അത് ഒരു വ്യക്തിയുടെ അല്ല അവർ കാണുന്നത്, പലതരത്തിലുള്ള വ്യക്തികൾ, പല രൂപത്തിലുള്ള വ്യക്തികൾ, പല സംഭവങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ ഒരു വ്യക്തിയിൽ അവർക്ക് തൃപ്തരാകാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ പല വ്യക്തികളെ അവർക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ലഭിക്കാതെ വരുന്ന സമയത്ത് അത്തരത്തിലുള്ള വികാരങ്ങൾ അവർ വർദ്ധിച്ചതുകൊണ്ട് തന്നെ അവർ ഏത് തരത്തിലുള്ള കൊള്ളരുതായ്മകളും ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ കാലഘട്ടത്ത്, പണ്ടത്തെ അപേക്ഷിച്ച് ഈ കാലഘട്ടത്ത് ഇത്തരത്തിൽ പീഡനങ്ങൾ വർദ്ധിക്കുവാനുള്ള ഒരു മെയിൻ റീസൺ ഇന്ന് നല്ല ശതമാനം ആളുകളും ഈ സെക്സ് വീഡിയോസിന് അടിമകളാണ്. വളരെ ഓമനത്വമുള്ള ഒരു കുഞ്ഞിൽ പോലും ലൈംഗികത കാണുന്നത് അത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നതുകൊണ്ടാണ്. ഇന്ത്യയിൽ അത്തരം വീഡിയോസ് നിരോധിച്ചിട്ടുണ്ട്. എങ്കിലും പല ആളുകളും ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുവാൻ ശ്രമിക്കാറുണ്ട്. കാണുവാനുള്ള അവസരം കിട്ടിയാൽ കാണുകയുമുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആളുകൾക്കെതിരെ നിയമ നടപടികളുണ്ടാകും. ഇത്തരം കുഞ്ഞു കുട്ടികളെ വെച്ചുള്ള ഇത്തരത്തിലുള്ള ലൈംഗിക വീഡിയോകൾ കാണുവാനുള്ള അവരുടെ മനസ്സ് വളരെ ഭീകരമാകുന്ന മനസ്സാണ്. ഇത്തരം അഡിക്റ്റ് ആകുന്ന ആളുകൾ ഏത് വ്യക്തിയും, അവർക്ക് കുഞ്ഞൊന്നുമില്ല, സ്ത്രീയെന്നില്ല, ഒരേ ലിംഗമെന്നൊന്നുമില്ല, അവർക്ക് റിലേഷൻസ് ഒന്നുമില്ല, ഏതെങ്കിലും ഒരു വ്യക്തിയെ ലഭിച്ചാൽ മതി. ഇത്തരം ആളുകൾ പലപ്പോഴും ലെസ്ബിയൻസിലേക്കും ഗേയിലേക്കും ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. ഞാൻ മറ്റൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് പല ആളുകൾക്ക് ഉറക്കമില്ലായ്മ. രാത്രികളിലാണ് പലപ്പോഴും ചില ആളുകൾ ഇത്തരത്തിൽ വീഡിയോസ് കാണുന്നെങ്കിൽ ആ സമയമാകുമ്പോൾ, ആ ടൈം ആകുമ്പോൾ അവർക്ക് വീണ്ടും കാണുവാൻ തോന്നും. അത് അവരുടെ ഉറക്കത്തെ ബാധിക്കും. ഒരു വിശ്വാസി എന്ന നിലയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെയാണ്. നിങ്ങൾക്ക് തന്നെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവുള്ളത് കൊണ്ട് അറിയാം ഇത് പാപമാണ്. ഇത്തരം പാപം ചെയ്യുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ മുഖത്ത് നോക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ ഹൃദയംഗമായി കഴിയുകയില്ല. അതിഭീകരമാകുന്ന കുറ്റബോധത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാനും ഇടയായിത്തീരും. ഞാൻ നേരത്തെ പരാമർശിച്ചു, നിങ്ങൾക്ക് ലൈംഗികമാകുന്ന ശരിയാകുന്ന അറിവുകൾക്ക് വേണ്ടി ശരിയാകുന്ന പുസ്തകങ്ങൾ വായിക്കുക, ശരിയാകുന്ന മാർഗത്തിലൂടെ നിങ്ങൾ ഇത്തരം അറിവുകൾ സമ്പാദിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ ഇത്തരം വീഡിയോസ് കാണുന്നതിലൂടെ നിങ്ങളിൽ പല മാറ്റങ്ങളും സംഭവിക്കും. അതിൽ പ്രധാനമാകുന്ന ഒരു സംഭവമാണ് ശാസ്ത്രീയമായി പറഞ്ഞാൽ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മളൊരു കാര്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, തുടർമാനമായി കാണുമ്പോൾ നമ്മൾ ആ വിഷയത്തിലേക്ക് നമ്മൾ അറിയാതെ ഇറങ്ങിച്ചെല്ലുവാൻ ഇടയായിത്തീരും. നമ്മളിലേക്ക് തന്നെ അതിന്റെ ഫീലിങ്സ്, അതിന്റെ എഫക്റ്റുകളൊക്കെ നമ്മളിലേക്ക് വരും. നിങ്ങളിപ്പോൾ ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു മൂവീസ് കാണുകയാണ്, നിങ്ങൾക്ക് വിഷമിക്കും, നിങ്ങൾ സങ്കടപ്പെടും, നിങ്ങളും കരയുവാനിടയായിത്തീരും. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ആ TV ഓഫ് ചെയ്താൽ തീരുന്ന വിഷമമേ ഉള്ളൂ. എന്നാൽ അത് കാണുന്ന നിങ്ങളിലേക്ക് ആ ക്യാരക്ടറായിട്ട് നിങ്ങൾ മാറുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ആ ക്യാരക്ടറാണ്. ഇതാണ് വാസ്തവത്തിൽ മിറർ ന്യൂറോൺസ്. ഇതുപോലെ നിങ്ങളൊരു നീലചിത്രം കാണുമ്പോൾ നിങ്ങൾ വെറുതെ കാണുകയല്ല, നിങ്ങൾക്ക് തോന്നും ആ അഭിനയിക്കുന്ന വ്യക്തി നിങ്ങളാണ്. നിങ്ങൾ അതിനെ അനുഭവിച്ചുകൊണ്ടാണ് ഇത്തരം വീഡിയോസ് കാണുന്നത്. ഇത് നിങ്ങളെ സാരമായി നിങ്ങളെ ബാധിക്കുവാനിടയായിത്തീരും. അത്തരം കാര്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട് സ്വയംഭോഗം ചെയ്യുമ്പോൾ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ആത്മലോകത്ത് നിങ്ങൾ ആ വ്യക്തിയുമായി ബന്ധപ്പെടുകയാണ്. പറയാണ്, സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വിചാരം ചെയ്യുകയാണ്. കാമാസക്തിയോടെ, സെക്ഷൽ തോട്ട്സോടുകൂടി ഒരു സ്ത്രീയെ നോക്കുമ്പോൾ വിചാരം ചെയ്യുകയാണെങ്കിൽ ഈ നീലചിത്രം കാണുന്ന അല്ലെങ്കിൽ ഫോണോഗ്രഫി കാണുന്ന വ്യക്തികൾക്ക് കാമചിന്തയല്ല, അത് എന്ത് തരത്തിലുള്ള ചിന്തകളാണ് എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. കാലത്ത് ഇത്തരത്തിലുള്ള പോണോഗ്രഫി കാണുന്നതിൽ വലിയ തെറ്റായിട്ടൊന്നും സമൂഹം കാണുന്നില്ല. ബൈബിൾ പറഞ്ഞാൽ ഈ ലോകത്തിന്റെ കാലഗതിക്കൊത്തവണ്ണം ചലിക്കുന്ന ആളുകൾക്ക് ഇതൊരു വലിയ തെറ്റല്ല, ഇത് കണ്ടിരിക്കണം, അറിഞ്ഞിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഒരു സമയത്ത് ഇത് വലിയ തെറ്റായിരുന്നു, പാപമായിരുന്നു. എന്നാൽ കാലത്തിന്റെ ഗതിക്കനുസരിച്ച് മാറുന്നല്ല ദൈവത്തിന്റെ വചനം. ആകാശവും ഭൂമിയും മാറിയാലും മാറാത്തതാണ് ദൈവത്തിന്റെ വചനം. ഞാൻ പറഞ്ഞ സാരം സമ്പൂർണമായി നഗ്നമായി നടക്കുന്ന ഒരു വീഡിയോയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അർദ്ധ നഗ്നത പോലും ഇതിൽ പെടുന്നതാണ്. നിങ്ങളൊരു പക്ഷേ സമ്പൂർണ്ണമാകുന്ന ഒരു ഫോണോഗ്രാഫിക് വീഡിയോസ് കാണുന്നില്ലായിരിക്കും. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലോ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ അർദ്ധ നഗ്നമാകുന്ന വീഡിയോസ് കാണുകയാണ് എങ്കിൽ, കാരണം പല മൂവീസുകളും പല പാട്ടുകളിലും ഒക്കെ ഇത്തരത്തിലുള്ള നഗ്നതാ പ്രദർശനങ്ങൾ നടക്കുന്നുണ്ട്. വളരെ വ്യക്തമായി കാണുന്ന വ്യക്തികൾക്ക് അറിയാം നിങ്ങളുടെ കണ്ണ് എവിടേക്കാണ് പോകുന്നത്, നിങ്ങളുടെ ചിന്ത എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ മനസാക്ഷിയെ വഞ്ചിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അത്തരത്തിൽ വളരെ മോശമായി നിങ്ങളൊരു വ്യക്തിയെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയം കൊണ്ട് ആ വ്യക്തിയുമായി വ്യഭിചാരം ചെയ്തു പോവുകയാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഒരു ദുർബല നിമിഷത്ത് ഞാൻ തെറ്റ് ചെയ്തു പോയി, ഒരു സ്ത്രീയെ കയറി പിടിച്ചു, അല്ലെങ്കിൽ ബസ്സിൽ ചെന്നപ്പോൾ അങ്ങനെ ചെയ്തു. ഒരു ദുർബല നിമിഷത്ത് സത്യത്തിൽ മനസ്സിലാക്കാൻ അങ്ങനെ ആർക്കും ഒരു ദുർബല നിമിഷമില്ല. പകരമായി ദുർബലന് ആ നിമിഷം ദുർബലമായി തോന്നുന്നതാണ്, ബലവാന് അങ്ങൊരു നിമിഷമില്ല. നിങ്ങളുടെ കണ്ണിനെയും കാതുകളെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും അവരുടെ ശരീരത്തെ, അവരുടെ സ്വഭാവത്തെ, അവരുടെ ക്യാരക്ടറിനെ നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആക്ഷനിൽ നിന്ന് പുറകോട്ട് മാറണമെങ്കിൽ നിങ്ങളുടെ ചിന്തയെ നിങ്ങൾ മാറ്റണം. നിങ്ങളുടെ ചിന്തയെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻപുട്ടുകൾ, ചെവിയിലൂടെയും കണ്ണിലൂടെയും സ്പർശനത്തിലൂടെയും ലഭിക്കുന്ന ഇൻപുട്ടുകൾ നിങ്ങൾ വിശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പോണോഗ്രഫിയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ അസാധാരണമാകുന്ന, അതിശക്തരാകുന്ന ദുരാത്മ ബാധിതരാണ്.
കാരണം വേശ്യാസ്ത്രീകൾ പോലും അടച്ചിട്ട മുറിയിൽ ചെയ്യുമ്പോൾ തുറന്നിട്ട് അനേകം ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ വ്യഭിചാര കർമ്മം ചെയ്ത് വീഡിയോ എടുത്ത് സെയിൽ ചെയ്ത് കാശുണ്ടാക്കുന്ന ഇത്തരം സ്ത്രീകളിൽ വ്യാപരിക്കുന്ന ദുരാത്മാക്കൾ അതിശക്തരാണ്. നഗ്നത പ്രദർശനത്തിലൂടെ ദുരാത്മാക്കൾ ബാധിക്കും. അതുകൊണ്ടാണ് സൈത്താനിക് ചേർച്ചുകൾ, സാത്താനെ ആരാധിക്കുന്ന പള്ളിയിൽ നഗ്നരാകുന്ന സ്ത്രീകളെ നിർത്തുന്നത്. വേദവസത്തിൽ പറയുകയാണ്, വേശ്യയോട് പറ്റിച്ചേരുന്നവനെല്ലാം അവളുമായി ഒരു ശരീരമാകുകയാണ്. എങ്ങനെയാണ് പറ്റിച്ചേരുന്നത്? മോഹത്തിൽ, ദൃഷ്ടിയിലൂടെ, നോട്ടത്തിലൂടെ, ചിന്തയിലൂടെ, മനസ്സിലൂടെ ഒക്കെ നിങ്ങൾ ആ സ്ത്രീയുമായി ഒന്നാവുകയാണ്. വേറെ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കാണുന്ന ആ വ്യക്തിയുമായി നിങ്ങൾ ഒന്നാവുകയാണ്. അതിലൂടെ ആ വ്യക്തിയിലുള്ള സകല ദുരാത്മാക്കൾക്കും നിങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാണ്. ഒരു മന്ത്രവാദവും ഒരു ആഭിചാരവും ഒരു ശുദ്രവും ഒന്നും ഒരു ശാപവും കൂടാതെ വളരെ എളുപ്പത്തിൽ ഈ കാഴ്ചയിലൂടെ, ഈ കാണുന്നതിലൂടെ, അത് കണ്ട് നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ ആ ദുരാത്മാക്കൾക്ക് മുഴുവനും നിങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാണ്. നോക്കുക, പിശാചിന്റെ ഏറ്റവും വലിയൊരു ചതിയാണ്, വഞ്ചനയാണ്. എല്ലാവർക്കും വേണ്ടി ശുദ്ധം ചെയ്യാൻ പറ്റുമോ? അതിന്റെ ആവശ്യമില്ല. നീലചിത്രം കാണുന്ന ഒരു വ്യക്തിയിലൂടെ ആ സ്ത്രീയിലുള്ള, ആ വ്യക്തി പുരുഷനുള്ള സകല ദുരാത്മാക്കളും അവരിലേക്ക് പ്രവേശിക്കുവാനിടയാത്തീരും. ഇനി എങ്ങനെ നമുക്ക് ഇതിൽ നിന്നും പുറത്തു വരാം എന്നാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ആദ്യം ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്കിത് പാപമാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടുക, ദൈവത്തോട് പാപത്തെ ഏറ്റുപറയുക. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ക്ഷമ ചോദിക്കാമല്ല. ദൈവം ഒരിക്കലും ദൈവത്തോട് ക്ഷമ ചോദിക്കുവാനല്ല പറഞ്ഞത്, മാനസാന്തരപ്പെടുവാനാണ്. പല ആളുകളും ചെയ്യുന്നത്, നീലചിത്രം കാണും, ദൈവത്തിന് നിന്ന് ക്ഷമ ചോദിക്കും, വീണ്ടും കാണും, വീണ്ടും ക്ഷമ ചോദിക്കും. ഇത് വേദപുസ്തകത്തിലുള്ളതല്ല, ഇത് ലോകത്തിന്റെ സിസ്റ്റമാണ്. വേദപുസ്തകത്തിനകത്ത് ക്ഷമാപണമല്ല, മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ചെയ്യത്തില്ല എന്ന് തീരുമാനമെടുത്ത് ആ പാപത്തെ ഉപേക്ഷിക്കുന്നതാണ് മാനസാന്തരം. ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടുക, അതിനായി ദൈവത്തോട് ക്ഷമ ചോദിക്കുക. രണ്ട്, നിങ്ങൾ ദുരാത്മാക്കളെ പുറത്താക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അത്തരത്തിൽ വീഡിയോസ് കാണുമ്പോൾ ആ വ്യക്തിയിലുള്ള സകല ദുരാത്മാക്കളും സകല ദുർഭൂതങ്ങളും നിങ്ങളുടെ ശരീരത്തിലേക്കും നിങ്ങളുടെ മനസ്സിലേക്കും നിങ്ങളുടെ ചിന്തയിലേക്കും വികാരങ്ങളിലേക്കും കിടക്കും. ഇത്തരം വീഡിയോസ് കാണുന്ന ഒരു സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, അവരുടെ എതിർലിംഗത്തിൽപ്പെട്ട വ്യക്തികളെ നേരെ കാണുവാൻ കഴിയുക. ഒരു പുരുഷനാണെങ്കിൽ ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ കഴിയുകയില്ല. എല്ലായ്പ്പോഴും ഒരു സ്കാനിങ് കണ്ണോടുകൂടി, ഒരു തെറ്റാകുന്ന ചിന്തയോടുകൂടി, എപ്പോഴെങ്കിലും എനിക്ക് ഈ വ്യക്തിയെ കിട്ടും എന്ന ദുഷ്ചിന്തയോടുകൂടി ആയിരിക്കും നടക്കുന്നത്. ഇതൊക്കെ ദുരാത്മാക്കളുടെ വലിയ സ്വാധീനങ്ങൾ ആ വ്യക്തിയിൽ പ്രവേശിക്കും. അത് നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ, നിങ്ങളുടെ ആത്മീയതയെ സകലത്തെയും ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടാമതായി ആ ദുരാത്മാക്കളെ പുറത്താക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ അകത്തുള്ള ദുരാത്മാക്കളെ യേശുവിൻ നാമത്തിൽ പുറത്താക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായി, നിങ്ങൾ വീണ്ടും വീണ്ടും കാണുവാനുള്ള സാധ്യതകളെ ഒഴിവാക്കുക. പല ആളുകൾക്കും വളരെ അബദ്ധം പറ്റാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, അവർ അത് സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് കുറച്ച് നാൾ അവർ പാപം ചെയ്യാതെ കണ്ടിന്യൂ ചെയ്ത് പോകും, വീണ്ടും അവർ ആ പാപം ചെയ്യും, വീണ്ടും കുറച്ച് നാൾ മാനസാന്തരപ്പെടും, വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ആവാനുള്ള കാരണം നിങ്ങൾ ആ പാപം ചെയ്യുവാനുള്ള സാധ്യത കുറച്ച് നാളും കൂടെ ഉണ്ട്. എന്നാൽ നിങ്ങൾ ഇതിൽ നിന്ന് പൂർണ്ണമായും പുറത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊരു പ്രലോഭനമേ അല്ല, നിങ്ങൾക്കിതൊരു വിഷയമേ അല്ല, നിങ്ങൾക്കിത് കാണുവാൻ തോന്നുകയില്ല. നിങ്ങൾക്കത് കാണുമ്പോൾ അറപ്പും വെറുപ്പും തോന്നുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകണമെങ്കിൽ നിങ്ങൾ ആ വീണ്ടും വീണ്ടും കാണുവാനുള്ള സാഹചര്യങ്ങളെ പൂർണ്ണമായും ഒഴുക്കുക. മേള് പറയുകയാണ്, നിങ്ങൾ ദുർനടപ്പ് വിട്ട് ഓടുവിൻ. അവിടെ നിന്ന് കറങ്ങുവാനോ നടക്കുവാനോ സൈഡിൽ പോയി ഇരിക്കുവാനോ അല്ല, ദുർനടപ്പ് വിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഓടുവാനിടയായി തീരണം. നിങ്ങൾ നീലചിത്രം കാണുന്നത് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ടാണ്, സാഹചര്യമുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ മാറ്റിവെക്കുക. ഞാൻ സാധാരണ ഇത്തരം ആളുകൾക്ക് കീപാഡ് ഫോൺ സജസ്റ്റ് ചെയ്യാറുണ്ട്. കുറേ നാളത്തേക്ക് കീപാഡ് ഫോൺ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിന് പലരും പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത്, GPay ചെയ്യുവാനായിട്ട് മൊബൈൽ ഫോൺ ആവശ്യമാണ്, സ്കൂളിലെ നോട്ട് അത് ലഭ്യമാണ്. നിങ്ങൾക്ക് പഴയ കാലത്തിലേക്ക് പോകാൻ സാധ്യമാണ്. പണ്ട് GPay കൊണ്ടല്ല മനുഷ്യൻ ജീവിച്ചത്. നിങ്ങൾ ക്യാഷ് കയ്യിൽ കരുതുക, വാലറ്റ് കയ്യിൽ കരുതുക. സ്കൂളിൽ അയക്കുന്ന നോട്ടുകൾ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങൾ എഴുതുക. പൂർണ്ണമായി നിങ്ങൾ സ്ക്രീൻ ടൈം ഒഴിവാക്കുക. പകരമായി നിങ്ങൾ കീപാഡ് ഫോണിലേക്ക് മാറി ഒരു കാരണവശാലും നിങ്ങൾക്കൊരു പ്രലോഭനം ഉണ്ടാകാത്ത രീതിയിലേക്ക് നിങ്ങൾ മാറിപ്പോവുക. യോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ജോസഫ് പോത്തിഫറിന്റെ ഭാര്യ തന്റെ അരികിലേക്ക് സമീപിച്ചപ്പോൾ ജോസഫിന് മനക്കരുത്തോടു കൂടി വചനം പറഞ്ഞുകൊണ്ട് നിന്നില്ല. ജോസഫ് ആ സാഹചര്യത്തിൽ നിന്നും ഓടി മറഞ്ഞു കളഞ്ഞു. ഒരുപക്ഷെ ജോസഫ് ഓടിയില്ല എങ്കിൽ താൻ പാപം ചെയ്യുവാനുള്ള ചാൻസ് ഉണ്ട്. യൗവനക്കാരനാകുന്ന ജോസഫ് അത്തരത്തിലൊരു സ്ത്രീ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വീഴുവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ജോസഫ് അവിടെ നിന്ന് ഓടി. ഇതുപോലെ നിങ്ങൾ സാഹചര്യങ്ങളിൽ നിന്നും ഓടി മറഞ്ഞു. ഒരിക്കലും ഒരു ഭീരുത്വമല്ല. ചില സന്ദർഭങ്ങളിൽ നമ്മൾ പുറകോട്ട് മാറുന്നത്
അതൊരു ജയമാണ്, അതൊരു ധൈര്യമാണ്, അതൊരു ശക്തിയാണ്, അത് ദൈവിക ജ്ഞാനവുമാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങളുടെ മനസ്സിനെ പുതുക്കുക. ഒരു ദുരാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ആ വ്യക്തിയിലേക്ക് തന്നെ വരുവാനായിട്ട് ശ്രമിക്കും. അവിടെ ശൂന്യമായി കിടക്കുന്നത് കണ്ടാൽ ആ ദുരാത്മാവ് റീഎൻട്രി ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പുറത്താക്കിയ ദുരാത്മാക്കൾ തിരിച്ചു വരാതിരിക്കേണ്ടതിന് നിങ്ങളുടെ മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടണം. ദൈവികമാകുന്ന, നല്ല ഗുണകരമാകുന്ന, ആരോഗ്യകരമാകുന്ന ചിന്തകളെ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ നിറയ്ക്കേണ്ടത് ആവശ്യമാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ വേദപുസ്തകം നിർബന്ധമായും വായിക്കുക. നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും നിങ്ങൾ വേദപുസ്തകം വായിക്കുക. നിർബന്ധമായി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിർബന്ധമായി നിങ്ങൾ ക്രിസ്തീയമാകുന്ന പുസ്തകങ്ങൾ വായിക്കുക. നിങ്ങളുടെ ഒരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മയിൽ കടന്നു പോവുക. ഒരു ഞായറാഴ്ച സർവീസിന് നിങ്ങൾ പോയിരിക്കണം. പ്രാർത്ഥനകൾക്ക് നിങ്ങൾ പോകണം. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് പുതിയ ചിന്തകൾ ഇടുവാൻ കഴിയുമോ അത്തരത്തിൽ പുതിയ ചിന്തകളിട്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ റിന്യൂ ചെയ്യേണ്ടത് ആവശ്യമാണ്. അലങ്കോലമായി കിടക്കുന്ന ചില മുറികൾ അടിച്ചു വാരി വൃത്തിയാക്കി അതിനെ മനോഹരമാകുന്ന വസ്തുക്കൾ കൊണ്ട് അലങ്കരിക്കുന്നത് പോലെ നശിച്ചു കിടക്കുന്ന, ചിതറിക്കിടക്കുന്ന, പൊടിപിടിച്ച് കിടക്കുന്ന, തകർന്നു കിടക്കുന്ന നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ രൂപാന്തരപ്പെടുത്തി ദൈവിക വചനം കൊണ്ട് അതിനെ അലങ്കരിക്കുക. നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടുന്നത് അനുഗ്രഹത്തിന്റെ, സമൃദ്ധിയുടെ, നന്മയുടെ വാക്കുകളായിരിക്കട്ടെ. കണ്ണ് ദൈവിക തേജസ് പരത്തുന്നതായിരിക്കട്ടെ. പിശാചിന് നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ കഴിയാതെ വണ്ണം നിങ്ങൾ ബലമുള്ളവരായി മാറട്ടെ. ഇതിനും പറയാണ്, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗസ്ഥലങ്ങളിലിരിക്കുന്നത് കൊണ്ട് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചു വീഴിക്കുന്നു. നിങ്ങളുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. ലോകത്തിന്റെ കാലഗതിക്കൊത്തവണ്ണം ചലിക്കുന്ന ഒരു സാധാരണ വ്യക്തിയല്ല നിങ്ങൾ അസാധാരണക്കാരാണ്. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ ലോകത്തെ ജയിച്ചവരാണ്. നിങ്ങളിലുള്ളത് സാത്താനല്ല, നിങ്ങളിലുള്ളത് വ്യഭിചാരത്തിന്റെ ആത്മാവല്ല. നിങ്ങളിലുള്ളവൻ ലോകത്തോടു കൂടെ ഉള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങൾക്ക് പാപത്തെ ജയിക്കുവാൻ കഴിയും. നിങ്ങൾക്കല്ലാതെ മറ്റാർക്കാണ് പാപത്തെ ജയിക്കുവാൻ കഴിയുന്നത്? ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചത് നമുക്ക് കഴിയാത്തതിനെ സാധിപ്പിക്കുന്ന ഒരു എബിലിറ്റി തരാൻ, ശക്തി തരുവാനായിട്ടാണ്. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ടാണ് യേശു ദൈവം നിങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവരാണോ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവനാണോ, നിങ്ങൾക്ക് ഏത് പാപത്തെയും ജയിക്കുവാൻ സാധ്യമാണ്. നീലചിത്രങ്ങൾ, സ്വയംഭോഗങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്യരുത്. നിങ്ങൾ സകലത്തെയും കൺട്രോൾ ചെയ്യുക. നിങ്ങൾ വേണം എന്ത് കാണണമെന്ന് തീരുമാനിക്കാൻ. ഞാനൊരു കാര്യം കാണണ്ട എന്ന് തീരുമാനിച്ചാൽ എനിക്കത് കാണണ്ട എന്നായിരിക്കണം. എന്നാൽ എന്നെ അതിന് സമ്മതിക്കാതെ എന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അതിനെ യേശു ക്രൂശിൽ തകർത്തതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മറന്നുപോകരുത്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ആരെങ്കിലും മനഃപൂർവ്വമായി ഇനി പാപം ചെയ്താൽ ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല. ആ വ്യക്തിക്ക് നിത്യശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നതാണ്. പാപത്തെ പ്രാണത്യാഗത്തോളം നിങ്ങൾ എതിർക്കുക. ഏതു വിധേനയും നിങ്ങൾ ഇന്നും പുറത്തു കടക്കുക. വിശുദ്ധരായി ജീവിക്കും. ക്രിസ്തുവിനെ പോലെ നീതിയിൽ നടക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.